ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. റൂത്തിൻ്റെ പുസ്തകം അധ്യായം 2. റൂത്ത് ബോവാസിൻ്റെ വയലിൽ. നവോമിയുടെ ഭർതൃകുടുംബത്തിൽ ബോവാസ് എന്നു പേരായ ഒരു ധനികൻ ഉണ്ടായിരുന്നു. ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാല പെറുക്കട്ടെ എന്ന് മോവാബിയായ റൂത്ത് നവോമിയോട് ചോദിച്ചു. അവൾ പറഞ്ഞു, പോയിക്കൊള്ളുക. റൂത്ത് വയലിൽ ചെന്ന് കൊയ്ത്തുകാരുടെ പിറകെ കാല പെറുക്കി. എലിമെലെക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിൻ്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത്. ബോവാസ് ബെത്ലേഹേമിൽ നിന്ന് വന്നു. കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് അവൻ കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തു. കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പ്രത്യഭിവാദനം ചെയ്തു. കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് ചോദിച്ചു, ആരാണ് ഈ യുവതി? നവോമിയോടൊപ്പം മൊവാബിൽ നിന്ന് വന്ന മൊവാബി സ്ത്രീയാണിവൾ എന്ന് ഭൃത്യൻ മറുപടി നൽകി. വയലിൽ കാല പെറുക്കാൻ അനുവദിക്കണമേ എന്ന് അവൾ അപേക്ഷിച്ചു. രാവിലെ മുതൽ ഇതുവരെ വിശ്രമമില്ലാതെ കാല പെറുക്കുകയാണ്. അപ്പോൾ ബോവാസ് റൂത്തിനോട് പറഞ്ഞു, മകളെ, കാല പെറുക്കാൻ ഇവിടം വിട്ടും മറ്റു വയലുകളിൽ പോകേണ്ട. എൻ്റെ ദാസിമാരോടുകൂടെ ചേർന്നുകൊള്ളുക. അവർ കൊയ്യുന്നത് എവിടെയെന്ന് നോക്കി അവരെ പിന്തുടരുക. നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഭൃത്യന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ അവർ കോരിവെച്ചിട്ടുള്ള വെള്ളം കുടിക്കാം. അവൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ബോവാസിനോട് പറഞ്ഞു, അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്തു നന്മ ചെയ്തു? ബോവാസ് പറഞ്ഞു, ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം നീ അമ്മായിയമ്മയ്ക്കു വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതരായ ജനത്തിൻ്റെ ഇടയിൽ വന്നതുമെല്ലാം എനിക്ക് അറിയാം. നിന്റെ പ്രവൃത്തികൾക്കു കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. അപ്പോൾ റൂത്ത് പറഞ്ഞു, യജമാനനെ, അങ്ങ് എന്നോട് വലിയ ദയയാണ് കാണിക്കുന്നത്. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല. എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു. ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട് പറഞ്ഞു, വന്നു ഭക്ഷണം കഴിക്കൂ, വീഞ്ഞിൽ മുക്കി അപ്പം ഭക്ഷിച്ചുകൊള്ളുക. അങ്ങനെ അവൾ കൊയ്ത്തുകാരോട് കൂടെ ഇരുന്നു. അവൻ അവൾക്ക് മലർ കൊടുത്തു. അവൾ ഭക്ഷിച്ചു തൃപ്തിയായി. ബാക്കിയും വന്നു. അവൾ കാല പെറുക്കാൻ എഴുന്നേറ്റപ്പോൾ ബോവാസ് ഭൃത്യന്മാരോട് പറഞ്ഞു, അവൾ കറ്റകളുടെ ഇടയിൽ നിന്നും ശേഖരിച്ചു കൊള്ളട്ടെ. അവളെ ശകാരിക്കരുത്. കറ്റകളിൽ നിന്ന് കുറേശ്ശെ വലിച്ചൂരി അവൾക്ക് പെറുക്കാൻ ഇടണം. അവളെ ശാസിക്കരുത്. അങ്ങനെ അവൾ സന്ധ്യ വരെ കാല പെറുക്കി. മെതിച്ചപ്പോൾ ഏകദേശം 1 ഏഫാ ബാർലി ഉണ്ടായിരുന്നു. അവൾ അതെടുത്തുകൊണ്ട് നഗരത്തിലേക്ക് പോയി താൻ ശേഖരിച്ച ധാന്യം അമ്മായിയമ്മയെ കാണിച്ചു. ബാക്കി വന്ന ആഹാരം അവൾക്ക് കൊടുക്കുകയും ചെയ്തു. അമ്മായിയമ്മ ചോദിച്ചു, എവിടെയാണോ ഇന്നു നീ കാല പെറുക്കിയത്? എവിടെയാണ് ഇന്നു നീ ജോലി ചെയ്തത്? നിന്നോട് കരുണ തോന്നിയ മനുഷ്യൻ അനുഗ്രഹീതനാകട്ടെ. താൻ ഇന്ന് ജോലി ചെയ്തത് ബോവാസിനോട് കൂടെയാണെന്ന് അവൾ അമ്മായി അമ്മയോട് പറഞ്ഞു. നവോമി മരുമകളോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ. അവൾ തുടർന്നു, അവൻ നമ്മുടെ ബന്ധുവാണ്, ഉറ്റ ബന്ധു. റൂത്ത് പറഞ്ഞു, കൊയ്ത്തു മുഴുവൻ തീരുവോളം വേലക്കാരോടുകൂടെ ഉണ്ടായിരിക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നവോമി മരുമകളോട് പറഞ്ഞു, മറ്റു വയലുകളിൽ പോയി ശല്യം ഏൽക്കാനിടയാകാതെ നീ അവൻ്റെ ദാസിമാരോടുകൂടെ പോകുന്നതാണ് നല്ലത്. അങ്ങനെ ബാർലിയുടെയും ഗോതമ്പിൻ്റെയും വിളവെടുപ്പ് കഴിയുന്നതുവരെ അവൾ ബോവാസിൻ്റെ ദാസിമാരോട് ചേർന്നു കാല പെറുക്കി തൻ്റെ അമ്മായി അമ്മയോടൊത്തു ജീവിച്ചു. ദൈവത്തിന് സ്തുതി. 23 തിരുവചന ഭാഗങ്ങളാണ് 2-ാം അധ്യായത്തിലുള്ളത്. റൂത്ത് ബോവാസിൻ്റെ വയലിൽ എന്ന ഒറ്റ തലക്കെട്ടിലാണ് 2-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള തിരുവചന ഭാഗങ്ങളുള്ളത്. ഇനി വചനം തിരിച്ചു വായിക്കാം. നവോമിയുടെ ഭർതൃകുടുംബത്തിൽ ബോവാസ് എന്നു പേരായ ഒരു ധനികൻ ഉണ്ടായിരുന്നു. 1-ാം ഇനി 2-ാം വാക്യം. ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാല പെറുക്കട്ടെ എന്ന് മൊവാബിയായ റൂത്ത് നവോമിയോട് ചോദിച്ചു. 2:2 തിരുവചനം. റൂത്തിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 2-ാം തിരുവചനത്തെക്കുറിച്ച് 19-ാം ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 9 മുതൽ 10 വരെയും നിയമാവർത്തന പുസ്തകം 24 മുതൽ 19 വരെയും തിരുവചന ഭാഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയണത്. അങ്ങനെ ദരിദ്രന് കാല പെറുക്കാൻ അനുവദിക്കണമെന്ന് അങ്ങനെ ഒരു നിയമം അന്ന് ഇസ്രായേലിൽ
ഉണ്ടായിരുന്നു. ഇവിടെ നിയമാവർത്തനം ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 9-10 വാക്യങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം. കൊയ്ത്തിന് ശേഷം കാല പെറുക്കുകയും അരുത്. മുന്തിരിത്തോട്ടത്തിലെ ഫലങ്ങളും തീർത്തു പറിക്കരുത്. വീണ് കിടക്കുന്ന പഴം പെറുക്കിയെടുക്കുകയും അരുത്. പാവങ്ങൾക്കും പരദേശികൾക്കുമായി അത് നീക്കിവെക്കുക. ഞാനാകുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ്. അതായത് കൊയ്ത് കഴിയുമ്പോൾ ഓരോ കൊയ്യാൻ കിട്ടാതെ കിടക്കുന്ന അത് കറ്റയുടെ കൂടെ കെട്ടാൻ കിട്ടാതെ കിടക്കുന്ന കതിർമണികളുണ്ടാവും, നെൽക്കതിരുകൾ. അത് പെറുക്കിയെടുക്കാൻ പാവപ്പെട്ടവരും പരദേശികളും വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെ അങ്ങനെ പെറുക്കിയെടുക്കാൻ അനുവദിക്കണമെന്നാണ്. അങ്ങനെ മറ്റുള്ളവരോട്, പരദേശികളോടും പാവപ്പെട്ടവരോടും കരുണ കാണിക്കണമെന്നൊരു വചനം ഇവിടെയുണ്ട്. ആ വചനം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആരെങ്കിലും അനുവദിക്കുകയാണെങ്കിൽ കാല പെറുക്കാമെന്നാണ് വിചാരിച്ചാണ് റൂത്ത് പോയത്. ഇനി 3-ാം തിരുവചനം. അവൾ പറഞ്ഞു, പോയിക്കൊള്ളുക. റൂത്ത് വയലിൽ ചെന്ന് കൊയ്ത്തുകാരുടെ പിറകെ കാല പെറുക്കി. എലിമെലെക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിൻ്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത്. ആരുടെ വയലിലാണ് റൂത്ത് എത്തിച്ചേർന്നത് കാല പെറുക്കാനായിട്ട്? എലിമെലെക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിൻ്റെ വയലിലാണ്. എലിമെലെക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ് ആര്? ബോവാസ്. ഈ എലിമെലെക്കാരാണ്? റൂത്തിൻ്റെ അമ്മയ്യപ്പനാണ്, അതായത് നവോമിയുടെ ഭർത്താവ്. ഇനി 4-ാം തിരുവചനം. ബോവാസ് ബെത്ലഹേമിൽ നിന്ന് വന്നു. കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് അവൻ കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തു. കർത്താവ് അങ്ങേ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പ്രത്യഭിവാദനം ചെയ്തു. കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് ചോദിച്ചു, ആരാണ് ഈ യുവതി? 5-ാം തിരുവചനമാണ്. അപ്പം നോക്കിക്കേ, ബോവാസ് തൻ്റെ ഭൃത്യന്മാരെ ദാസന്മാരായിട്ടല്ല സഹോദരന്മാരായിട്ടാണ് കാണുന്നത്. കണ്ടോ? ബോവാസ് ബെത്ലഹേമിൽ നിന്ന് വന്നു. കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് അവൻ കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തു. ജോലിക്കാരെ, പണിക്കാരെ അഭിവാദനം ചെയ്തു. കർത്താവ് അങ്ങേ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പ്രത്യഭിവാദനം ചെയ്തു. ഇനി 5-ാം തിരുവചനം. കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് ചോദിച്ചു, ആരാണ് ഈ യുവതി? 6-ാം തിരുവചനം. നവോമിയോടൊപ്പം മൊവാബിൽ നിന്ന് വന്ന മൊവാബ്യ സ്ത്രീയാണിവൾ എന്ന് ഭൃത്യൻ മറുപടി നൽകി. നവോമിയോടൊപ്പം. അപ്പം നോക്കിക്കേ, ബോവാസ് ആരോടാണ് ഈ യുവതി ആരാണെന്ന് ചോദിച്ചത്? കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോടാണ് ബോവാസ് ചോദിച്ചത്. അപ്പോൾ ആ ഭൃത്യൻ എന്താണ് മറുപടി നൽകിയത്? നവോമിയോടൊപ്പം മൊവാബിൽ നിന്ന് വന്ന മൊവാബ്യ സ്ത്രീയാണിവൾ എന്ന് ഭൃത്യൻ മറുപടി നൽകി. 6-ാം തിരുവചനമാണത്. ഇനി 7-ാം തിരുവചനം. വയലിൽ കാല പെറുക്കാൻ അനുവദിക്കണമേ എന്ന് അവൾ അപേക്ഷിച്ചു. രാവിലെ മുതൽ ഇതുവരെ വിശ്രമമില്ലാതെ കാല പെറുക്കുകയാണ്. അപ്പം വയലിൽ ഇപ്പം ഭൃത്യൻ പറയുകയാണ്, നവോമിയോടൊപ്പം വന്ന മൊവാബ്യ സ്ത്രീയാണ്, അതുകൂടാതെ വയലിൽ കാല പെറുക്കാൻ അനുവദിക്കണമേ എന്ന് അവൾ അപേക്ഷിച്ചു. രാവിലെ മുതൽ ഇതുവരെ വിശ്രമമില്ലാതെ കാല പെറുക്കുകയാണ്. 8-ാം തിരുവചനം. അപ്പോൾ ബോവാസ് റൂത്തിനോട് പറഞ്ഞു, മകളെ, കാല പെറുക്കാൻ ഇവിടം വിട്ടു മറ്റു വയലുകളിൽ പോകണ്ട, എൻ്റെ ദാസിമാരോടുകൂടെ ചേർന്നുകൊള്ളുക. 9-ാം തിരുവചനം. കൊയ്യുന്നത് എവിടെയെന്ന് നോക്കി അവരെ പിന്തുടരുക. നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഭൃത്യന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ അവർ കോരി വെച്ചിട്ടുള്ള വെള്ളം കുടിക്കാം. അപ്പോൾ 8-ാം തിരുവചനത്തിൽ ബോവാസ് പറഞ്ഞു, മകളെ, കാല പെറുക്കാൻ ഇവിടം വിട്ട് മറ്റു വയലുകളിൽ പോകണ്ട, എൻ്റെ ദാസിമാരോടുകൂടെ ചേർന്നുകൊള്ളുക. ഇനി 9-ാം തിരുവചനം പറഞ്ഞു തന്നെ, അവർ കൊയ്യുന്നത് എവിടെയെന്ന് നോക്കി അവരെ പിന്തുടരുക. നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഭൃത്യന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ അവർ കോരി വെച്ചിട്ടുള്ള വെള്ളം കുടിച്ചുകൊള്ളുക. അതായത് ബോവാസിൻ്റെ ഭൃത്യന്മാർ കോരി വെച്ചിട്ടുള്ള വെള്ളം കുടിച്ചുകൊള്ളാൻ അനുവദിക്കുകയും ചെയ്തു. ഇനി 10-ാം തിരുവചനം. അവൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ബോവാസിനോട് പറഞ്ഞു, അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു? 11-ാം തിരുവചനം. ബോവാസ് പറഞ്ഞു, ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം അമ്മായിയമ്മയ്ക്ക് വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതമായ ജനത്തിൻ്റെ ഇടയിൽ വന്നതുമെല്ലാം എനിക്കറിയാം. അപ്പോൾ ബോവാസ് പറയുകയാണ്, റൂത്ത് തൻ്റെ അമ്മായിയമ്മയ്ക്ക് വേണ്ടി മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതമായ ജനത്തിൻ്റെ ഇടയിൽ വന്നത് എനിക്കറിയാം. അപ്പോൾ നീ ചെയ്ത പ്രവൃത്തിയേക്കാൾ വലുതല്ല ഞാൻ ചെയ്ത പ്രവൃത്തി, കാരുണ്യ പ്രവൃത്തി എന്ന് ബോവാസ് തൻ്റെ
മനസ്സിൻ്റെ എളിമയിൽ നിന്ന് പറയുകയാണ് കേട്ടോ. ഇനി 12-ാം തിരുവചനം, നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും. അമ്മായിയമ്മയെ വിട്ടുപോകാതെ, അമ്മായിയമ്മയുടെ ദൈവത്തെയും വിട്ടുപോകാതെ അമ്മായിയമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് അവൾ കാലാപെറുക്കുമ്പോൾ അമ്മായിയമ്മയ്ക്ക് കൂടിയാണ് അതിൻ്റെ ഭക്ഷണത്തിൻ്റെ പങ്ക് കിട്ടുന്നതെന്നെല്ലാം ബോവാസിന് മനസ്സിലായി. പിന്നെ ബോവാസും ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ടിരുന്നിരിക്കണം, നവോമി തിരിച്ചു വന്നിട്ടുണ്ട്, കൂടെ ഒരു മരുമകളും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടാവണം. അപ്പം ആ അറിവിൽ നിന്നാണ് ബോവാസ് ഇങ്ങനെ പറഞ്ഞത്. പിന്നെ നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും. മറ്റുള്ളവരോട് കരുണയോടെ സ്നേഹത്തോടെ പെരുമാറുന്ന എല്ലാവരോടും ദൈവം പറയുന്ന വചനം തന്നെയാണിത്. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും. കർത്താവായി ആശ്രയിക്കുന്നവരോട് കർത്താവ് പറയുകയാണ്, റൂത്ത് 1:12, നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. 13, അപ്പോൾ റൂത്ത് പറഞ്ഞു, യജമാനനെ, അങ്ങ് എന്നോട് വലിയ ദയയാണ് കാണിക്കുന്നത്. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല, എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ റൂത്ത് പറയാണ്, അങ്ങെന്നോട് വലിയ ദയയാണ് കാണിക്കുന്നത്. എങ്ങനെ വിളിച്ചിട്ടാണ്? യജമാനനെ എന്ന് വിളിച്ചാണ്. അങ്ങെന്നോട് വലിയ ദയയാണ് കാണിക്കുന്നത്. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല, എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു. 14-ാം തിരുവചനം, ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട് പറഞ്ഞു, വന്നു ഭക്ഷണം കഴിക്കൂ, വീഞ്ഞിൽ മുക്കി അപ്പം ഭക്ഷിച്ചു കൊള്ളുക. അങ്ങനെ അവൾ കൊയ്ത്തുകാരോടുകൂടി ഇരുന്നു. അവൻ അവൾക്ക് മലർ കൊടുത്തു. അവൾ ഭക്ഷിച്ചു തൃപ്തിയായി, ബാക്കിയും വന്നു. 14-ാം തിരുവചനം ഒരിക്കൽ കൂടി കേൾക്കാം. ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട് പറഞ്ഞു, വന്നു ഭക്ഷണം കഴിക്കൂ, വീഞ്ഞിൽ മുക്കി അപ്പം ഭക്ഷിച്ചു കൊള്ളൂ. അങ്ങനെ അവൾ കൊയ്ത്തുകാരോടുകൂടെ ഇരുന്നു. അവൻ അവൾക്ക് മലർ കൊടുത്തു. അവൾ ഭക്ഷിച്ചു തൃപ്തിയായി, ബാക്കിയും വന്നു. 15-ാം തിരുവചനം, അവൾ കാലാപെറുക്കാൻ എഴുന്നേറ്റപ്പോൾ ബോവാസ് ഭൃത്യന്മാരോട് പറഞ്ഞു, അവൾ കറ്റകളുടെ ഇടയിൽ നിന്നും ശേഖരിച്ചു കൊള്ളട്ടെ. 16-ാം തിരുവചനം, അവളെ ശകാരിക്കരുത്. കറ്റകളിൽ നിന്ന് കുറേശ്ശെ വലിച്ചൂരി അവൾക്ക് പെറുക്കാനിടണം. അവളെ ശാസിക്കരുത്. അപ്പോൾ നോക്കിക്കേ, ബോവാസിൻ്റെ മനസ്സിൻ്റെ നന്മ. അതായത് വെറുതെ ആരും അറിയാതെ ചാടുന്ന കതിര് പെറുക്കിയിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ എന്ന് ബോവാസിന് അറിയാം. അതുകൊണ്ട് ബോവാസ് അവൾ കാല പെറുക്കാൻ എഴുന്നേറ്റപ്പോൾ ഭൃത്യന്മാരോട് എന്നാണ് പറഞ്ഞത്? അവൾ കറ്റകളുടെ ഇടയിൽ നിന്നും ശേഖരിച്ചു കൊള്ളട്ടെ എന്ന് മാത്രമല്ല, അവളെ ശകാരിക്കരുതെന്നും പറഞ്ഞു. പിന്നെയോ, കറ്റകളിൽ നിന്നും വലിച്ചൂരി അവൾക്ക് പെറുക്കാനിടണം. കറ്റകളിൽ നിന്ന് കുറേശ്ശെ വലിച്ചൂരി അവളെ പെറുക്കാൻ വേണ്ടി ഇടണം. അത് നമ്മൾ മനഃപൂർവ്വം ഇട്ട് കൊടുത്താന്ന് അവൾക്ക് തോന്നുകയും ചെയ്യരുത് എന്നാണ് തോന്നുന്നു അതിനെ പറഞ്ഞതിൻ്റെ അർത്ഥം. അവളെ ശാസിക്കരുത് എന്നും പറഞ്ഞു. അപ്പോൾ ഈ കൊയ്മേ പുറകെ നടക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും, അല്ലേ? പണിക്കാർക്കാണെങ്കിലും ചിലപ്പോൾ ദേഷ്യം വരാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ പണിക്കാർക്ക് കിട്ടുന്ന പങ്കിൽ നിന്നൊക്കെ പുറച്ചിടുമ്പോൾ അവരുടെ പങ്ക് കുറയും. അപ്പോൾ ബോവാസ് നീതിമാനും ദയാലുവുമായതുകൊണ്ട് അവൻ്റെ വാക്കുകൾ അവൻ്റെ ഭൃത്യന്മാരനുസരിച്ചു. 17-ാം തിരുവചനം, അങ്ങനെ അവൾ സന്ധ്യ വരെ കാലാപെറുക്കി. മെതിച്ചപ്പോൾ ഏകദേശം 1 ഏഫ ബാർലി ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ സന്ധ്യ വരെ കാലാപെറുക്കി. മെതിച്ചപ്പോൾ ഏകദേശം 1 ഏഫ ബാർലി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തോരം ബാർലി കിട്ടി? 1 ഏഫ ബാർലി. ഇനി 1 ഏഫ ബാർലി എന്ന് പറഞ്ഞാൽ 45 ലിറ്റർ ഉണ്ട് എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 ഏഫ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും പുറകിലാണ്. 1 ഏഫ ബാർലി എന്ന് പറഞ്ഞാൽ 45 ലിറ്റർ ബാർലി ഉണ്ടാണ്. സ്ഥാദിയോൺ എന്നുള്ളൊരു സ്ഥാദിയോണിൻ്റെ അളവ് 185 മീറ്റർ എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ അളവിൻ്റെയും പറയുന്ന യൂണിറ്റുകളുടെയും അളവ് ഇന്നത്തെ ഇതായിട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഷെക്കൽ എന്ന് പറഞ്ഞാൽ 11.4 ഗ്രാമാണ്. ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ 34.272 കിലോഗ്രാമാണ്.
ഒരു താലൊന്നും അങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിലെ എല്ലാ അളവുകളും ഈ പുറകിൽ വെച്ചിട്ടുണ്ട്. ഒരു എഫ എന്ന് പറഞ്ഞാൽ 45 ലിറ്റർ ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്ത വചനം നമുക്ക് നോക്കാം. അവൾ അതെടുത്തു നഗരത്തിലേക്ക് പോയി. 18-ാം തിരുവചനമാണ്. അവൾ അതെടുത്തുകൊണ്ട് നഗരത്തിലേക്ക് പോയി താൻ ശേഖരിച്ച ധാന്യം അമ്മായിയമ്മയെ കാണിച്ചു. ബാക്കി വന്ന ആഹാരം അവൾക്ക് കൊടുക്കുകയും ചെയ്തു. 19-ാം തിരുവചനം. അമ്മായിയമ്മ ചോദിച്ചു, എവിടെയാണ് ഇന്ന് നീ കാലാപെറുക്കിയത്? എവിടെയാണ് ഇന്ന് നീ ജോലി ചെയ്തത്? നിന്നോട് കരുണ തോന്നിയ മനുഷ്യൻ അനുഗ്രഹീതനാകട്ടെ. താൻ ഇന്ന് ജോലി ചെയ്തത് ബോവാസിനോട് കൂടെയാണെന്ന് അവൾ അമ്മായിയമ്മയോട് പറഞ്ഞു. അപ്പോൾ 45 ലിറ്ററൊക്കെ കിട്ടണമെങ്കിൽ എന്താ ഈ കർഷകർ, അതായത് അതിൻ്റെ ഉടമസ്ഥൻ കരുണ കാണിച്ചത് കൊണ്ട് കിട്ടിയതാണെന്ന് ആർക്ക് മനസ്സിലായി? നവോമിക്ക് മനസ്സിലായി. ഇനി 20-ാം തിരുവചനം. നവോമി മരുമകളോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ. അവൾ തുടർന്നു, അവൻ നമ്മുടെ ബന്ധുവാണ്, ഒറ്റ ബന്ധു. 2:20 തിരുവചനം. ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായം 25-ാം വാക്യത്തിലും അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ലേവ്യർ 25 വചന പ്രകാരം പറയുന്നു, നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തൻ്റെ അവകാശത്തിൽ ഒരു ഭാഗം വിറ്റാൽ അടുത്ത ചാർച്ചക്കാരൻ അത് വീണ്ടെടുക്കണം. അപ്പോൾ ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായം 25-ാം വാക്യത്തിൽ തൻ്റെ സഹോദരങ്ങളോട് കരുണ കാണിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ദൈവത്തെ കുറിച്ച്, ദൈവകൽപ്പനകളെക്കുറിച്ച് പ്രതിപാദിച്ചു, നമ്മൾ വായിച്ചു. ഇനി നവോമി മരുമകളോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ. അവൾ തുടർന്നു, അവൻ നമ്മുടെ ബന്ധുവാണ്, ഉറ്റ ബന്ധു. അപ്പം നോക്കിക്കേ, ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കർത്താവ് കാരുണ്യം കാണിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന തിരുവചന ഭാഗമാണ് കേട്ടോ. ഇനി 21-ാം തിരുവചനം. റൂത്ത് പറഞ്ഞു, കൊയ്ത്ത് മുഴുവൻ തീരുവോളം വേലക്കാരോട് കൂടെ ഉണ്ടായിരിക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. റൂത്ത് പറഞ്ഞു, കൊയ്ത്ത് മുഴുവൻ തീരുവോളം വേലക്കാരോട് കൂടെ ഉണ്ടായിരിക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇനി 22-ാം തിരുവചനം. നവോമി മരുമകളോട് പറഞ്ഞു, മറ്റു വയലുകളിൽ പോയി ശല്യമേൽക്കാനിടയാകാതെ നീ അവൻ്റെ ദാസിമാരോടുകൂടെ പോകുന്നതാണ് നല്ലത്. അത് കേട്ടപ്പോൾ നവോമി എന്നാ പറഞ്ഞേ? മരുമകളോട് എന്താ പറഞ്ഞത്? മറ്റു വയലുകളിൽ പോയി ശല്യമേൽക്കാനിടയാകാതെ നീ അവൻ്റെ ദാസിമാരോടുകൂടെ പോകുന്നതാണ് നല്ലത്. 23-ാം വചനം. അങ്ങനെ ബാർലിയുടെയും ഗോതമ്പിൻ്റെയും വിളവെടുപ്പ് കഴിയുന്നതുവരെ അവൾ ബോവാസിൻ്റെ ദാസിമാരോട് ചേർന്നു കാലപെറുക്കി തൻ്റെ അമ്മായിയമ്മയോടൊത്ത് ജീവിച്ചു. 23-ാം വചനം. അങ്ങനെ ബാർലിയുടെയും ഗോതമ്പിൻ്റെയും വിളവെടുപ്പ് കഴിയുന്നതുവരെ അവൾ ബോവാസിൻ്റെ ദാസിമാരോട് ചേർന്നു കാലപെറുക്കി തൻ്റെ അമ്മായിയമ്മയോടൊത്ത് ജീവിച്ചു. കണ്ടോ, യഹൂദ മതത്തിൽപ്പെട്ടവൾ അല്ലാതിരുന്നിട്ടും അവൾ ദൈവത്തിൻ്റെയും അവിടുത്തെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അമ്മായിയമ്മയെ ശുശ്രൂഷിച്ച് അവൾ അമ്മായിയമ്മയോട് കൂടെ താമസിക്കുന്നത്, ജീവിക്കുന്നത് നമുക്ക് കാണാം. ദൈവത്തിന് സ്തുതി. ബാക്കി ഭാഗങ്ങളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകം, സഭാപ്രസംഗകനും, യോഹന്നാൻ്റെ സുവിശേഷവും, ഗലീലിക്കാർക്ക് പൗലോസിൻ്റെ ഗലീലിക്കാർക്ക് എഴുതിയ ലേഖനവും ഒക്കെ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ആവശ്യക്കാർക്ക് കേട്ട് പഠിക്കാവുന്നതാണ്. ദൈവത്തിന് സ്തുതി.